പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ വിശാഖ ഷഷ്ടി എന്ന കൃതിയിലെ 60-ാമത്തെയും അവസാനത്തേതുമായ ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഒന്നായവൻ വിവിധ ഭിന്നായി തൻ ത്രിദശ വൃന്ദായുതസ്തുതപദൻ, കുന്നായവൻ സുതയിൽ നിന്നായവൻ പ്രഥമ വൃന്ദാധിപൻ ശിഖിവഹൻ, വൃന്ദാരകദ്രുമത നിന്ദാപദൻ സുകൃത വൃന്ദാലയൻ സുവദനൻ, മുന്നായവൻ പളനി കുന്നാലയൻ സപതി തന്നിടുമേ ശിവപദം. ഒന്നായവൻ വിവിധ ഭിന്നായി തൻ ത്രിദശ വൃന്ദായുതസ്തുതപദൻ, കുന്നായവൻ സുതയിൽ നിന്നായവൻ പ്രഥമ വൃന്ദാധിപൻ ശിഖിവഹൻ, വൃന്ദാരകദ്രുമത നിന്ദാപതൻ സുകൃത വൃന്ദാലയൻ സുവദനൻ, മുന്നായവൻ പളനി കുന്നാലയൻ സപതി തന്നിടുമേ ശിവപദം. ഇതാണ് ശ്ലോകം. ആദ്യമായി നമുക്ക് ഈ ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. ഒന്നായവൻ ഏകസത്യമായി വിരാജിക്കുന്ന ഭഗവാൻ, അതായത് പരബ്രഹ്മ സ്വരൂപൻ. വിവിധ ഭിന്നായിതൻ, നാനാപ്രകാരത്തിൽ ഭാവം പകർന്നാടുന്നവൻ. ത്രിദശ വൃന്ദായുധ സ്തുതപദൻ, അസംഖ്യം ദേവന്മാരുടെ സമൂഹത്താൽ സ്തുതിക്കപ്പെടുന്ന പദവിയോടുകൂടിയവൻ. കുന്നായവൻ സുതയിൽ നിന്ന് ആയവൻ, കുന്നിൻ മകളിൽ നിന്ന് ഉണ്ടായവൻ, അല്ലെങ്കിൽ ഗിരിസുത തനയൻ എന്ന് പറയാം. പർവ്വതത്തിൻ്റെ മകളാണല്ലോ പാർവതി, ഹിമാലയ പർവ്വതത്തിൻ്റെ. അപ്പോൾ ഹിമവൽ പുത്രിയായ പാർവതിയുടെ പുത്രൻ എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. പ്രഥമ വൃന്ദാധിപൻ, ഗണനായകന്മാരിൽ മുന്നൻ അല്ലെ പ്രഥമൻ, ഒന്നാമൻ. ശിഖിവഹൻ, മയിൽവാഹനൻ. വൃന്ദാരകദ്രുമത നിന്ദാപദൻ, വൃന്ദാരകം എന്ന് പറയാൻ ദേവന്മാരുടെ ലോകമാണ്. അപ്പോൾ ഇവിടെ ദേവന്മാരുടെ ലോകത്തെ ദ്രുമം വൃക്ഷമാണ്. അപ്പോൾ അത് ദേവലോകത്തെ കൽപ്പവൃക്ഷം. ആ കൽപ്പവൃക്ഷത്തിൻ്റെ ഈ വരദാന സിദ്ധിയെ നിന്ദിപ്പിക്കുന്ന പദത്തോടുകൂടി, അതിനേക്കാൾ കൽപ്പവൃക്ഷത്തേക്കാൾ വരദാനത്തിൻ്റെ കാര്യത്തിൽ ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം. സർവ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന ഒരു വൃക്ഷമാണ് ദേവലോകത്തെ സാങ്കല്പിക കൽപ്പവൃക്ഷം. അപ്പോൾ ആ വൃക്ഷം നൽകുന്ന വരദാനത്തേക്കാൾ ഉദാരമായി വരദാനം നൽകുന്ന ദേവനായി ഇവിടെ സുബ്രഹ്മണ്യനെ വാഴ്ത്തിയിരിക്കുന്നു. സുകൃത വൃന്ദാലയൻ, സകല പുണ്യങ്ങളുടെയും ഇരിപ്പിടമായി സ്ഥിതി ചെയ്യുന്നവൻ. സുവദനൻ, സുവദനൻ എന്ന് പറഞ്ഞാൽ സുമുഖനാണ്. മുന്നായവൻ, മുൻ എന്ന് പറയാൻ ആദിമൂല പൊരുളെന്നാണ്. പളനി കുന്നാലയൻ, പളനിക്കുന്നിനെ ആലയമാക്കി വസിക്കുന്നവൻ. അങ്ങനെയുള്ള ആ ഭഗവാൻ സപതി ഉടൻ തന്നെ തന്നിടുമേ ശിവപദം, എനിക്ക് ശിവപദം തരുക തന്നെ ചെയ്യും. ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. ഏകമായ പരമ്പൊരുളായിരുന്നു കൊണ്ട് തന്നെ പലതായി ഭാവം പകർന്നാടുന്നവനും, അങ്ങനെ ഭാവം പകർന്നാടുന്നതിൻ്റെ ഫലമായുണ്ടായ
അസംഖ്യം ദേവസമൂഹത്താൽ സ്തുതിക്കപ്പെടുന്ന പദവിയോടുകൂടിയവനും ഗിരിസുത തന്നെയനും ഗണനായകന്മാരിൽ പ്രഥമനും മയിൽ വാഹനനും വരദാനത്തിൻ്റെ കാര്യത്തിൽ കൽപ്പവൃക്ഷത്തെപ്പോലും തോൽപ്പിച്ചു കളയുന്നവനും സർവപുണ്യങ്ങളുടെയും അധിഷ്ഠാനദേവനും സുമുഖനും ആദിമൂല പൊരുളായിരിക്കുന്നവനുമായ പളനിവാസൻ ഉടൻ തന്നെ എനിക്ക് ശിവപദത്തെ തന്നിടുമല്ലോ. സുബ്രഹ്മണ്യ ഉപാസനയിലൂടെയുള്ള ശൈവതത്വ സാക്ഷാത്കാരം ലക്ഷ്യം വെച്ചുകൊണ്ട് ഗുരു നടത്തിയ ജ്ഞാനസാധനയ്ക്ക് ഫലപ്രാപ്തി ഉണ്ടായി എന്നാണ് ഈ ഉപസംഹാര ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭാരതീയ ദൈവസങ്കല്പങ്ങളെ എല്ലാം സാക്ഷാത്കരിക്കാനും സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ പ്രപഞ്ചവാഴ്വിൻ്റെ രഹസ്യം മനസ്സിലാക്കാനും അദ്വൈത ബോധാനുഭൂതിയിൽ എത്തിച്ചേരാനും പ്രായോഗിക അദ്വൈതത്തിൽ വിലയം പ്രാപിക്കാനും പളനിവാസനായ സുബ്രഹ്മണ്യനെ ഉപാസിച്ചാൽ സാധിക്കും എന്ന് അനുഭവിച്ചറിഞ്ഞ ഗുരുവിൻ്റെ സ്വാനുഭവ സാക്ഷ്യം കൂടിയാണ് 60 ശ്ലോകങ്ങളടങ്ങിയ വിശാഖ ഷഷ്ടി എന്ന ഈ കൃതി. ശൈവ തത്വപ്പൊരുളിനെ ഏകവും അഖണ്ഡവും അദ്വയവുമായ പരമ്പൊരുളായി ദർശിക്കാനും സുബ്രഹ്മണ്യ ഉപാസനയിലൂടെ ഗുരുവിന് സാധിച്ചു. പ്രാചീന ഭാരതീയ ദൈവസങ്കല്പങ്ങളിൽ പ്രഥമഗണനീയനായ ശിവനെ സുബ്രഹ്മണ്യ ഭാവം നൽകി പരമാത്മസ്വരൂപത്തോടുകൂടി ദർശിച്ച ഗുരു ആദിമൂലപ്പൊരുളായ സുബ്രഹ്മണ്യ തത്വത്തെ ശൈവതത്വത്തിൽ വിലയിപ്പിച്ച് സാക്ഷാത്കരിച്ചെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കൃതി ഉപസംഹരിച്ചിരിക്കുന്നു. ജ്ഞാനഭക്തന്മാരായ ശിവയോഗികൾ സഗുണോപാസനയിലൂടെ പരബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചതിനു ശേഷം നിർഗുണ പരബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കുന്ന ഉപാസനാ മാതൃകയുടെ വാങ്മയ ചിത്രം ഈ കൃതിയിൽ ഗുരു ഭംഗ്യന്തരേണ വരഞ്ഞിട്ടിരിക്കുന്നു. ഭക്തിമാർഗം ജ്ഞാനമാർഗത്തിന് വഴിമാറിക്കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സാധനാ പരിണാമ സമാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ആ പരിണാമഗുപ്തി, അതിൻ്റെ വാങ്മയ ചിത്രീകരണവും ഈ കൃതിയുടെ പഠനം പൂർത്തിയാകുമ്പോൾ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഉപസംഹാര ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഈ ശ്ലോകത്തോടുകൂടി ഗുരുകൃതമായ വിശാഖ ഷഷ്ടി എന്ന മഹത് കൃതി പൂർണ്ണമാവുകയാണ്. ഈ കൃതി പഠിച്ചാൽ എന്താണ് പ്രയോജനം എന്ന കാര്യത്തെപ്പറ്റി സൂചിപ്പിച്ചുകൊണ്ട് ഗുരു തന്നെ ഒരു ഫലശ്രുതി ഇതിൻ്റെ അവസാന ഭാഗത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. ആ ഫലശ്രുതി കൂടി പഠിച്ചു കഴിയുമ്പോൾ മാത്രമേ ശരിക്കും വിശാഖ ഷഷ്ടി എന്ന കൃതിയുടെ പഠനം പൂർത്തിയാകുന്നുള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.